ആയിട്ട് വരുന്നൊരു മിസ്റ്റേക്ക്, അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട്, തിരിച്ച് കൂട്ടാക്കാമോ, തിരിച്ച് സപ്പോർട്ട് ചെയ്യാമോ, അല്ലെങ്കിൽ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് കുറേ മെസ്സേജസ് നമുക്ക് വരും അല്ലേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. അതായത് എൻ്റെ വീഡിയോസിൽ, എൻ്റെ ലോങ് വീഡിയോസിൽ എനിക്ക് വരുന്ന, ലോങ് വീഡിയോസ് ആണെങ്കിലും ഷോർട്ട് വീഡിയോസിലാണെങ്കിലും എനിക്ക് വരുന്ന കോമൺ ആയിട്ട് വരുന്നൊരു മിസ്റ്റേക്ക്, എനിക്ക് വരുന്നൊരു മെസ്സേജ്. അപ്പം അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പം നമ്മുടെ ടോപ്പിക് അതാണ്. അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് കാണാം, നമ്മുടെ ഏതെങ്കിലും ഒരു ലോങ് വീഡിയോ, ഷോർട്ട് വീഡിയോ, ഏതെങ്കിലും ഒരു വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഒരു കമൻറ്റെങ്കിലും കാണും, കൂട്ടാക്കിയിട്ടുണ്ട്, തിരിച്ച് കൂട്ടാക്കാമോ, തിരിച്ച് സപ്പോർട്ട് ചെയ്യാമോ, അല്ലെങ്കിൽ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് കുറേ മെസ്സേജസ് നമുക്ക് വരും അല്ലേ. ഇപ്പം എനിക്കാണെങ്കിലും സെയിം മെസ്സേജസ് എനിക്ക് പല വീഡിയോസിനടിയിലും വന്നിട്ടുണ്ട്. അപ്പം അത് ആക്ച്വലി നമ്മൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ്, അതൊരു കോമൺ മിസ്റ്റേക്കാണ്. അത് കൂടുതലും കണ്ടുവരുന്ന ബിഗിനേഴ്സിലാണ്, അതായത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബിഗിനേഴ്സിൽ വരുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ് നമ്മൾ ഈ വീഡിയോസിൻ്റെ അടിയിൽ പോയി കമൻസ് ഇടുക. അപ്പം നമ്മൾ ഈ കമൻസ് ഇങ്ങനെ ഇടുമ്പം നമ്മൾ വിചാരിക്കുന്നത് എന്തായിരിക്കും, നമ്മൾ ബിഗിനറാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്ന വീഡിയോസ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പോയി വീഡിയോസിന് അടിയിൽ, അല്ലെങ്കിൽ നമ്മൾ പോയി ഇങ്ങനെ ഒരു മെസ്സേജ് ഇടുന്നത് ചിലപ്പോൾ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരു ആളുടെ വീഡിയോസിന് അണ്ടറിൽ പോയിട്ടായിരിക്കും. അപ്പം അവർ വിചാരിക്കും എന്തായിരിക്കും, എന്നാൽ ഇവരെ കൂട്ടാക്കുമ്പോൾ അവരും തിരിച്ചു കൂട്ടാക്കും എന്ന് കരുതിക്കൊണ്ട് അവരും ചെയ്യും, നമ്മളും ചെയ്യും, അവരും ചെയ്യും. പക്ഷെ അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വലിയ രീതിയിലായിരിക്കും ബാധിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്നത്, നമ്മളിങ്ങനെ ഇടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഒരു ഇങ്ങനെയുള്ളവർ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടായ്മയോട് മുന്നോട്ട് കയറാം എന്ന് പറഞ്ഞ് വരുന്നവർ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യും, ഉറപ്പായിട്ടും നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യും, നിങ്ങൾ തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്യുമായിരിക്കും. അപ്പം നിങ്ങൾ ചിലപ്പം അവരൊരാളെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവരുടെ അണ്ടറിൽ വരുന്ന കുറേ പേര് വന്നിട്ട് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് ഒറ്റയടിക്ക് ഇപ്പം ഒരു 10 സബ്സ്ക്രൈബറായിട്ട് നിന്നവർ ചിലപ്പം ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ 100 സബ്സ്ക്രൈബറായി മാറും. അപ്പം നമ്മൾ വിചാരിക്കും, ഇതെന്ത് മിറാക്കിളാണ്, അല്ലെങ്കിൽ ഇത് കൊള്ളാലോ എന്ന് കരുതി നമ്മളും പോയി എല്ലാ വീഡിയോസിൻ്റെ അണ്ടറിലും പോയി ഇതേപോലെ നമ്മൾ കമൻറ്റ് ചെയ്യും. ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പം യൂട്യൂബ് അനലിസ്റ്റിക്സ് എന്തോ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മെസ്സേജ് ഇടുന്നത് എന്തായാലും അവർക്ക് അറിയാൻ പറ്റും. സോ അവരെന്തോ ചെയ്യും, ഇങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സിനെ ഒറ്റയടിക്ക് അങ്ങ് വെട്ടിക്കുറച്ചിട്ട് എന്തോ ചെയ്യും, അവരെ എന്താക്കും, സ്പാമായിട്ട് അങ്ങ് മാറ്റി വെക്കും. സോ 10ൽ നിന്ന് 100 ആയത് ഒറ്റയടിക്ക് ചിലപ്പോൾ അതങ്ങ് 30 മാറുമായിരിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിഗിനറായിട്ടുള്ള നമുക്ക് സത്യം പറഞ്ഞാൽ അതൊരു ഷോക്കായി മാറും. നമ്മൾ ഒന്ന് ജസ്റ്റ് ഈ ഒരു പുഷപ്പ് കണ്ടുകൊണ്ട് നമ്മൾ ഇനിയും വീഡിയോ ചെയ്യണം എന്നൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ നല്ല എൻകറേജ് ആയി നിൽക്കുന്ന സമയത്ത് ഇത് കാണുമ്പോൾ നമ്മളൊന്ന് ബാക്കിലോട്ട് വരഞ്ഞു. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആ ഒരു മിസ്റ്റേക്ക് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ഒരിക്കലും ഇവരാരും നമ്മുടെ വീഡിയോ വന്ന് കാണണമെന്നില്ല. നമുക്ക് വേണ്ടുന്നത് നമ്മുടെ വീഡിയോസ് കണ്ടിഷ്ടപ്പെട്ട് വരുന്നവരെ നമുക്കുള്ള സബ്സ്ക്രൈബേഴ്സിനെയാണ് നമുക്ക് വേണ്ടുന്നത്. അല്ലാതെ ഇതെന്ന് പറയുന്നത് നമുക്കൊരിക്കലും ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സബ്സ്ക്രൈബേഴ്സ് അല്ല. നമുക്കിത് നല്ലൊരു പണിയായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമുക്കിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഹാപ്പിനെസ്സോട് കൂട്ടിയിട്ട് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കയറി വരാം എന്ന് കരുതി നിൽക്കുന്നവരായിരിക്കും. അപ്പം ഈ ഒരു പണി ഒരിക്കലും ചെയ്യരുത്. അപ്പം ഇപ്പം 2025 ഒത്തിരി യൂട്യൂബ് ബ്ലോഗേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ പുതിയതായി ഓരോ വർഷം കൂടുന്നവരും, ഓരോ മാസം കൂടുന്നവരും, ഓരോ ദിവസം കൂടുന്നവരും ബ്ലോഗേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് പണി കിട്ടും. അതുകൊണ്ട് ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ദയവ് ചെയ്ത് ഒരു വീഡിയോസിനടിയിലും പോയി ഇടാതിരിക്കുക. എനിക്കാണെങ്കിലും എൻ്റെ പല വീഡിയോസിനടിയിൽ നമുക്കിതൊന്നും പോയി പബ്ലിക്കായിട്ട് പോയി നമുക്കിതൊന്നും പോയി പബ്ലിക്കായിട്ട് കമൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ അണ്ടറിൽ പോയി ഇങ്ങനെ ചെയ്യരുത്, ഇതിങ്ങനെ ചെയ്യരുത്. നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണെങ്കിൽ ഒക്കെ നമുക്ക് വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ബട്ട് അതിനെക്കുറിച്ച്
ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ ഒട്ടുമിക്ക പേർക്കും അറിയാവുന്നവരായിരിക്കും. ഇൻ കേസ് അറിയാത്തവരുണ്ടെങ്കിൽ, അതായത് പുതിയതായിട്ടൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ല എന്ന് കരുതിയിട്ട് ഒരു ഐഡിയ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യുന്നവർ കാണും. അപ്പം അവർക്ക് ഈ ഒരു വീഡിയോ ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പോലും. സോ നിങ്ങൾ ആ ഒരു കാര്യം മറക്കരുത്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യാൻ കാരണം എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. അതായത് എൻ്റെ വീഡിയോസും കണ്ടെല്ലാം വന്നിട്ട് ഇതുപോലെ കമൻസ് വരുന്നത് കൊണ്ടാണ്. അത് ചിലപ്പോൾ ഈ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ട് അങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്താതിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. ചിലവർക്ക് ഒരു മാസം കൊണ്ട് പെട്ടെന്ന് വ്യൂസും അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും ലൈക്സും ഒക്കെ കയറുന്നവരുണ്ട്. ചിലവർക്ക് കുറേ മാസങ്ങളെടുക്കും, ചിലവർക്ക് വർഷങ്ങളെടുക്കും. സോ നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നിങ്ങളിപ്പം ഒരു വീഡിയോസ് ഇട്ട് തുടങ്ങി, അല്ലെങ്കിൽ ഒരു മാസം ഇട്ടിട്ട് എനിക്ക് വലിയ ചേഞ്ചസ് ഒന്നും വരുന്നില്ല എന്ന് കരുതി നിങ്ങൾ തളരണ്ട. നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുക, വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ടേണിങ്ങിൽ എത്തുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു ചേഞ്ചസ് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. സോ നിങ്ങളിതൊന്നും ആലോചിച്ച് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങളിതൊന്നും ആലോചിച്ച് അതായത് വീഡിയോ ഇടുന്നത് സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും, അതിൻ്റെ റിസൾട്ട് വന്നോളും. അപ്പം ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിലും ഇതേപോലെ ഞാൻ മുന്നേ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്തപ്പോൾ അതിനിടയിലും നല്ല പോസിറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. വളരെ യൂസ്ഫുൾ വീഡിയോ എന്നുള്ളത് പോലെ, അതായത് ബിഗിനേഴ്സിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് എനിക്ക് പല കമൻറ്റ്സും വന്നിട്ടുണ്ടായിരുന്നു. സോ അപ്പം ഞാൻ വിചാരിച്ചു എനിക്കറിയാവുന്ന അറിവുകൾ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തരാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് ഇതേപോലെ എനിക്ക് എന്തെങ്കിലും അനുഭവം, ഇതുപോലെ എന്തെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.